ഡബ്ലിനിൽ ജോലി ചെയ്യുന്നുവെന്ന് കമ്പനിയെ വിശ്വസിപ്പിച്ച് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് ആഴ്ചകളോളം രഹസ്യമായി ജോലി ചെയ്ത ജീവനക്കാരനെ പിരിച്ചുവിട്ട നടപടി നിയമപരമാണെന്ന് അയർലൻഡിലെ വർക്ക് പ്ലേസ് റിലേഷൻ കമ്മീഷൻ വിധിച്ചു. കമ്പനിയെ തെറ്റിദ്ധരിപ്പിച്ച ജീവനക്കാരന്റെ പരാതി ട്രിബ്യൂണൽ തള്ളിയിരിക്കുകയാണ്. അയർലൻഡിലെ ഡബ്ലിനിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ അക്കൗണ്ടിംഗ് സ്ഥാപനമായ PwCയിലെ സീനിയർ അസോസിയേറ്റ് ജാഷ് ആഷറാണ് കേസിലെ പ്രധാന വ്യക്തി. കമ്പനിയുടെ ഓഫീസിൽ ഹാജരാകേണ്ട സമയത്ത് ഡബ്ലിനിലെ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നതെന്ന് കമ്പനിയോട് പറഞ്ഞിരുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യയിലിരുന്നാണ് ആഴ്ചകളോളം ജോലി ചെയ്തിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. 2024 നവംബറിൽ അദ്ദേഹത്തിന്റെ പ്രകടന വിലയിരുത്തലിന്റെ ഭാഗമായി സൂപ്പർവൈസർ നേരിട്ട് കാണാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് സംശയങ്ങൾക്ക് തുടക്കമായത്. നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് HR വിഭാഗം ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും താൻ ഡബ്ലിനിലാണെന്ന് അറിയിച്ചു. എന്നാൽ അടുത്ത ദിവസം ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കഴിയില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇതോടെയാണ് PwC വിശദമായ IT അന്വേഷണം ആരംഭിച്ചത്. ഓഫീസ് സ്വൈപ്പ് കാർഡ് രേഖകളും ലാപ്ടോപ്പിന്റെ IP അഡ്രസ് വിവരങ്ങളും പരിശോധിച്ച അന്വേഷണത്തിൽ 2024 സെപ്റ്റംബർ 30 മുതൽ അദ്ദേഹം ഡബ്ലിൻ ഓഫീസിൽ എത്തിയിട്ടില്ലെന്നും ഇന്ത്യയിൽ നിന്നാണ് കമ്പനി സെർവറിലേക്ക് ലോഗിൻ ചെയ്തിരുന്നതെന്നും വ്യക്തമായി. വർക്ക് പ്ലേസ് റിലേഷൻസ് കമ്മീഷന് മുന്നിൽ ഹാജരായ ജീവനക്കാരൻ കുടുംബത്തിലെ അടിയന്തര സാഹചര്യങ്ങൾ കാരണമാണ് ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നതെന്നും ഡബ്ലിനിലെ താമസ സ്ഥലം നഷ്ടപ്പെട്ടതിനാൽ ബുദ്ധിമുട്ടിലായിരുന്നുവെന്നും വിശദീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യാൻ തന്റെ മാനേജറുടെ വാക്കാലുള്ള അനുമതി ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഇത് തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല. PwCയുടെ നയപ്രകാരം മുൻകൂട്ടി അനുമതി വാങ്ങിയാൽ മാത്രം ഒരു കലണ്ടർ വർഷത്തിൽ പരമാവധി 30 ദിവസം വിദേശത്ത് നിന്ന് ജോലി ചെയ്യാൻ അനുവാദമുണ്ട്. അതും കർശനമായ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണ്. അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് നിന്ന് ജോലി ചെയ്യുന്നത് ഡാറ്റ സുരക്ഷ, നികുതി ബാധ്യത, തൊഴിൽ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗുരുതര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ അംഗീകരിച്ച വർക്ക് പ്ലേസ് റിലേഷൻസ് കമ്മീഷൻ കമ്പനിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ ജീവനക്കാരൻ തൊഴിലുടമയുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയെന്ന് വിലയിരുത്തി. സ്വന്തം ദുരവസ്ഥയ്ക്ക് ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് എന്നായിരുന്നു കമ്മീഷന്റെ നിരീക്ഷണം. അതിനാൽ PwC ജീവനക്കാരനെ പിരിച്ചുവിട്ട നടപടി പൂർണ്ണമായും നിയമപരവും ന്യായവുമാണെന്ന് ട്രിബ്യൂണൽ വിധിച്ചു. ജീവനക്കാരന്റെ പരാതി ഇതോടെ തള്ളുകയും ചെയ്തു. ഇന്നത്തെ റിമോട്ട് വർക്ക് സംസ്കാരത്തിൽ കമ്പനികളുടെ നയങ്ങളും നിയമപരമായ വ്യവസ്ഥകളും കൃത്യമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വിധി.